ലിജാബയുടെ സംശയ നിവാരണത്തിലേക്ക് നമ്മളതിൻ്റെ ഒരു ലൈവ് സെഷനിലേക്കാണ് ഈ സമയത്ത് പ്രവേശിക്കുന്നത്. ലിജാബയിലേക്ക് ആളുകൾക്ക് വിളിക്കേണ്ട നമ്പറുണ്ട്, അത് നമുക്കൊന്ന് പറയാം അല്ലേ? അതെ, ഓക്കെ. 9020 840 എന്ന നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ബഹുമാനനായ ഹംസ മദീനി ഇവിടെ നിന്നും, അതുപോലെ തന്നെ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനി ദമാമിലെ നമ്മുടെ സ്റ്റുഡിയോയിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് ശ്രോതാക്കൾക്കുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. നമ്മൾ ആ ഒരു സെഷനിലേക്കാണ് ഇനി. ശ്രോതാക്കൾക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ്. ഈ സമയം മുതൽ വിളിച്ചു തുടങ്ങാം. നമ്പർ ഒന്നുകൂടെ പറയാം, 9020 840 ആണ്. ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങളുടെ സംശയങ്ങൾ നേരിട്ട് ചോദിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മളതൊരു അറഫയുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമാണ്, ഹജ്ജുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമാണ്. ഇന്നത്തെ നമ്മുടെ സംശയങ്ങൾ അതുമായി, ആ വിഷയവുമായി ബന്ധപ്പെട്ടതാക്കാൻ ചോദ്യകർത്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തണം. ഏതായാലും ലൈവ് അലിജാബ സംശയ നിവാരണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ബഹുമാനനായ ഹംസ മദീനിയെയും ദമാമിലെ നമ്മുടെ സ്റ്റുഡിയോയിൽ നിന്ന് ചേരുന്ന അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനിയെയും വളരെ ആദരപൂർവ്വം ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് എഴുതി കിട്ടിയൊരു ചോദ്യം ചോദിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം. മൗലവി, ഞങ്ങൾക്ക് എഴുതി കിട്ടിയൊരു ചോദ്യം, ഉംറ ഒരു വിശ്വാസിക്ക് നിർബന്ധമാണോ എന്നതാണ് ചോദ്യം. ഉംറ ഒരു വിശ്വാസിക്ക് നിർബന്ധമാണോ? ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ജീവിതത്തിൽ ഒരിക്കൽ ഒരു വിശ്വാസിക്ക് ഉംറ നിർബന്ധമാണ്, ഹജ്ജ് നിർബന്ധമെന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅതിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ഹജ്ജിനെയും ഉംറയെയും പൂർത്തീകരിച്ച് നിർവഹിക്കുക. അവിടെ ആ കൽപ്പന നിർബന്ധ കൽപ്പനയാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിതാവിന് വേണ്ടി ഹജ്ജ് നിർവഹിക്കാൻ അനുവാദം ചോദിച്ച മഹദിയോട് ഹുജ്ജി അൻ അബീക്കി വഅതമിരി, പാപ്പാക്ക് വേണ്ടി ഹജ്ജ് ചെയ്തോ ഉംറയും ചെയ്തോ എന്ന് ഫത്വ നൽകിയില്ലേ? ഇതുപോലെ തെളിവുകളെ വെച്ച് പണ്ഡിതന്മാർ പറയുന്നത്, ആയുസ്സിലൊരിക്കൽ ഹജ്ജിനുള്ള അല്ലെങ്കിൽ ഉംറക്കുള്ള ഷർത്തുകൾ ഒത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉംറ നിർവഹിക്കൽ നിർബന്ധമാണ് എന്നുള്ളതാണ്. അല്ലാഹു അലം. ഓക്കെ, മാഷാ അല്ലാഹ്, ജസാക്കല്ലാഹു ഖൈർ. രണ്ടാമത്തെ ഒരു ചോദ്യം, ഒരാൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള സമ്പത്തുണ്ട്, പക്ഷെ അയാൾക്ക് മറ്റ് സമ്പാദ്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വീട് പോലും ആയിട്ടില്ല. അപ്പോൾ ഒരു വേറെ സമ്പത്തൊന്നും കയ്യിലില്ലാത്ത സ്ഥിതിക്ക് അദ്ദേഹം ഉള്ള സമ്പത്ത് കൊണ്ട് ഹജ്ജിന് പോവുകയാണോ ചെയ്യേണ്ടത്, അതല്ല കുടുംബത്തിന് താമസിക്കാനൊരു വീടുണ്ടാക്കി കൊടുക്കുകയാണോ വേണ്ടത് എന്നുള്ളൊരു ഉത്തരമാണ്, വേറെ ചോദ്യമാണ് നമുക്ക് എഴുതി കിട്ടിയിട്ടുള്ളത്. ഹംസ മദീനി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ, അമ്മാ ബഅദ്. ഇപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് നിർബന്ധമില്ല. കാരണം ഒരാളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിഞ്ഞ്, അല്ലെങ്കിൽ അടിസ്ഥാന ആവശ്യങ്ങൾ ഭക്ഷണം, പാർപ്പിടം, അതേപോലെ തന്നെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അത് കഴിഞ്ഞ് ഹജ്ജ് നിർവഹിച്ചു വരാനുള്ള തുക ഒരാളുടെ കയ്യിലുണ്ടാകുമ്പോഴാണ് അവൻ സാമ്പത്തികമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി നിങ്ങൾ ഹജ്ജ് നിർവഹിക്കണം എന്ന് പറഞ്ഞത്. ഈ രൂപത്തിലുള്ള ഒരു ഇസ്തിതാഅത്ത് ഉണ്ടായി കഴിയുമ്പോഴാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ തന്നെ അങ്ങനെ പറഞ്ഞതാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മക്ക അല്ലെങ്കിൽ കഅബ, ആ കഅബയുടെ അടുക്കൽ നിങ്ങൾ വന്ന് ഹജ്ജ് നിർവഹിക്കണം. അത് ആർക്കാണ്? ഇസ്തിതാഅത്തുള്ളവനാണ്. ആ ഇസ്തിതാഅത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണം ആവശ്യമാണ്, അതേപോലെ തന്നെ അവനവൻ്റെ ജീവിക്കുന്ന സമയത്തുള്ള നാട്ടിലുള്ള കുടുംബം, അതുപോലെ തന്നെ
വീട്, ഒരാളുടെ ഏറ്റവും അടിസ്ഥാനം, ഇതൊക്കെ കഴിഞ്ഞിട്ട് മക്കയിൽ എത്തി ഹജ്ജ് നിർവഹിച്ച് തിരിച്ചു വരാനുള്ള സാമ്പത്തികമായ കഴിവ് ഒരാൾക്ക് ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ് ഒരാൾക്ക് ഹജ്ജ് നിർബന്ധമാകുന്നത്. അതല്ല എങ്കിൽ ഹജ്ജ് നിർബന്ധമല്ല. അപ്പോൾ ഇവിടെ നമ്മൾ താമസം പാർപ്പിടാണ്. പാർപ്പിടത്തിന് കൂടി അവസ്ഥ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ചോദ്യം പ്രസക്തമാണ്. നമുക്കൊരു കോളർ ഉണ്ട്. ആ കോളർ നമുക്ക് ശ്രോതാവിൻ്റെ ചോദ്യം നോക്കാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ചോദിച്ചോളൂ. ഞാൻ ദുബായിൽ നിന്നാണ് വിളിക്കുന്നത്. ആ, പേര്? ഒരു സംശയം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അത് പിന്നെ നമ്മളെ ഈ ഉളിയത്തിന്റെ ഇതുണ്ടല്ലോ, മറ്റേ അറവ്, അതിന്റെ മാംസം നമുക്ക് ഇവർക്ക് കൊടുക്കാൻ പറ്റും, അന്യ ഭക്തർക്ക് കൊടുക്കാൻ പറ്റുമോ? ഓക്കെ ഓക്കെ, നിങ്ങളെ പേരൊന്ന് പറയോ? എൻ്റെ പേര് ഷക്കീൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ബലിമാംസം മറ്റു മതസ്ഥരായ ആളുകൾക്ക് കൊടുക്കുന്നതിൻ്റെ ഒരു മൗലവി ജബ്ബാർ മദീൻ ഉസ്താദ് ഇൻഷാ അല്ലാഹ് അതിന് മറുപടി നൽകും. മൗലവി ചോദ്യം കേട്ടിട്ടുണ്ടോ? മൗലവി കേട്ടു. ഓക്കെ, ഉസ്താദ് മറുപടി കൊടുക്കും. ഉദ്ഹിയ പോലുള്ളതായ ദാനങ്ങൾ, അസ്സദഖാത്തുൽ ആമ, പൊതു ദാനധർമ്മങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുക. പൊതു ദാനധർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പിന്നെ അമുസ്ലിമീങ്ങളായവർക്കും നൽകാം എന്നുള്ളതാണ്. മുസ്ലിമീങ്ങൾക്ക് നൽകൽ പറയപ്പെട്ട സദക്കകളിൽപ്പെട്ടതാണത്. അതുകൊണ്ട് തന്നെ ഉദ്ഹിയ അർത്ഥത്തിൻ്റെയെങ്കിൽ ആ മുസ്ലിമീങ്ങൾക്ക് അതിൽ നിന്ന് നൽകാവുന്നതാണ്. ഓക്കെ, ഉത്തരം ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഓക്കെ, അതായത് ഉലഹിയത്ത് അതെ 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 അതായത് ഉലഹിയത്ത് എന്ന് പറയുന്നത് അതിൻ്റെ മാംസം നമുക്ക് തന്നെ ഭക്ഷിക്കാൻ പറ്റിയതാണല്ലോ. അതെ, നമുക്ക് ഭക്ഷിക്കാം. അതുപോലെ തന്നെ നമ്മുടെ കുടുംബക്കാർക്കോ അല്ലെങ്കിൽ അയൽവാസികൾക്കോ നമ്മുടെ സുഹൃത്തുക്കൾക്കോ, അവർ സമ്പന്നരാണെങ്കിൽ തന്നെ അവർക്ക് ഹദിയയായിട്ട് കൊടുക്കാം, പാവപ്പെട്ടവർക്ക് സ്വതക്കയായിട്ട് കൊടുക്കാം, എല്ലാം ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹദിയ എന്ന നിലക്ക് അവർക്ക് കൊടുക്കാം. അതേപോലെ തന്നെ അവർ പാവപ്പെട്ടവരാണെങ്കിൽ സ്വതക്ക എന്ന നിലക്കും അവർക്ക് കൊടുക്കുന്നതിന് വിരോധമില്ല എന്നാണ് മൗലവി പറഞ്ഞത്. ഇൻഷാ അല്ലാഹ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ, വളരെ സന്തോഷം. നേരത്തെ നമ്മുടെ ചോദ്യത്തിൽ വന്ന ഇത് ഹജ്ജ് ചെയ്യുന്ന അതുമായി ബന്ധപ്പെട്ടൊരു സാമ്പത്തികമായിട്ടുള്ള വിഷയം വന്നല്ലോ. ഇപ്പോൾ വീട് പോലുള്ള അതിൻ്റെ കൂടെ ഒരു ചോദ്യം ചോദിക്കേണ്ടത്, ഇപ്പോൾ ഹജ്ജ് നിർബന്ധമാണെന്ന് എല്ലാവർക്കും അറിയാം, ഹജ്ജ് നിർബന്ധമാണ്. പക്ഷേ മൗലവി ഉത്തരം പറഞ്ഞ പോലെ തന്നെ സാമ്പത്തികമായി ഹജ്ജ് ചെയ്യാനുള്ള പൈസ ഉണ്ട്, ബാക്കിയില്ലാത്തവന് ബാധ്യത എത്തിയിട്ടില്ല. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ കുറേ ആൾക്കാരുണ്ട് ഹജ്ജിനുള്ള പൈസ ഉണ്ടായിട്ടും അത് കൊടുക്കാത്ത കുറേ മനുഷ്യന്മാരുണ്ട്. അത്തരം ആളുകൾക്ക് ശരിക്കും നമ്മളൊരു അതിൻ്റെ ഒരു ഇസ്ലാമിക മാനം എന്താണ്? വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടുന്ന ഒന്നാണ്. അതായത് സ്വഹാബത്തൊക്കെ അവൻ കാഫിറായിട്ടോ അല്ലെങ്കിൽ സത്യനിഷേധിയായിട്ടോ യഹൂദിയായിട്ടോ നസ്രാനിയായിട്ടോ ഒക്കെ മരിച്ചു പോകുന്നതാണ് ഇതിനേക്കാൾ നല്ലത് എന്ന് വരെ പറഞ്ഞ ഒരു വിഷയമാണ്. ഹജ്ജിന് പണമുണ്ടായിട്ട് അതിനുള്ള സൗകര്യങ്ങൾ ഒരുങ്ങിയിട്ട് ഹജ്ജ് നിർവഹിക്കാതെ എന്ത് ചെയ്യുക, ഒഴിവാക്കി അത് പിന്നെ ആക്കുക എന്ന് പറഞ്ഞ് ഒരു ലാഘവത്തോടു കൂടി കണ്ട് അവസാനം അങ്ങനെ അങ്ങോട്ട് മരിച്ചു പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തിലാണ് സ്വഹാബത്തൊക്കെ കണ്ടിട്ടുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹു ഹജ്ജിന് സമയമായിട്ട് അതിൻ്റെ സാമ്പത്തിക ബാധ്യത വന്ന് സൗകര്യങ്ങളൊക്കെ ഒരുമിച്ച് ചേർന്നിട്ടും ഹജ്ജ് നിർവഹിക്കാതെ വീണ്ടും കഴിഞ്ഞുകൂടുന്ന ആളുകളെ അതൊന്ന് ഞാനൊന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ ഒരു ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ട് അവർക്ക് വല്ല ടാക്സും ഏർപ്പെടുത്താൻ പോവുക. കാരണം ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കീഴിൽ ടാക്സ് ഉള്ളത് ആർക്കാണ്? മുസ്ലിങ്ങൾക്ക് ടാക്സ് ഇല്ലല്ലോ. അവർക്ക് വല്ല ടാക്സും ഞാൻ ഏർപ്പെടുത്താൻ തീരുമാനിക്കുന്നു എന്ന് വരെ അദ്ദേഹം പറഞ്ഞ ഒരു വിഷയമാണ്. അതൊക്കെ ടാക്സ് ഏർപ്പെടുത്താൻ വേണ്ടിയല്ല, ആ വിഷയത്തിൻ്റെ ഗൗരവം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഹജ്ജിൻ്റെ സമയമായിട്ട് അഥവാ സാമ്പത്തികമായിട്ടുള്ള ഒരുക്കമാണ് അതിൻ്റെ ഏറ്റവും അതിന് സമയമാകുക എന്ന് പറഞ്ഞാൽ. എൻ്റെ ഹജ്ജിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ എനിക്ക് സാമ്പത്തികമായിട്ടുള്ള കഴിവ് ഉണ്ടാവുകയും അതോടൊപ്പം അതിന് സൗകര്യങ്ങൾ ഒരുമിച്ച് ചേരുകയും രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലിരിക്കും അതിനുള്ള സൗകര്യങ്ങൾ ഒരുമിച്ച് ചേരുകയും ചെയ്തിട്ട് അത് ചെയ്തിട്ടില്ല എങ്കിൽ അത് വലിയൊരു കുറ്റമാണ്. ഞാനൊരു ജീവിതത്തിൽ
അള്ളാഹുവിന് വേണ്ടി ഞാൻ നിർവഹിക്കുന്ന ഒരു ഇബാദത്തിൻ്റെ വിഷയത്തിലുള്ള എൻ്റെ ലാഘവത്വമാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ മതരംഗത്ത് ഒരു ലാഘവത്വവും ഒരു അശ്രദ്ധയും കാണിക്കുക എന്നതൊരിക്കലും ഒരു മുസ്ലിമിന് ചേർന്നതല്ല എന്നത് തന്നെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. അല്ലാഹു അലം. ഓക്കെ, നമുക്ക് ലൈനിൽ മറ്റൊരു ആൾ റെഡിയാന്ന് തോന്നുന്നു. അതിലേക്ക് കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ ഉസ്താദ് അതിലേക്ക് നേരത്തെ പറഞ്ഞതിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാൻ അബ്ദുൽ ജബ്ബാർ ഉസ്താദ്? മൗലവി പറഞ്ഞ പോലെ തന്നെയാണ് അതിന്റെ കാര്യം. മൻ വജദ സഅതൻ ഫലം യഹുജ് ഫല്യമുത് ഇദാ ശാഅ യഹൂദിയൻ ഔ നസ്രാനിയൻ എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ഹജ്ജിന് പോകാനുള്ള സാമ്പത്തിക ശേഷി കാണുകയും എന്നിട്ട് ഹജ്ജ് ചെയ്യാതിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ പിന്നെ യഹൂദനായിട്ടോ നസ്രാനിയായിട്ടോ മരണം വരിച്ചു കൊള്ളട്ടെ എന്ന് പ്രയോഗിക്കുമ്പോൾ, ഹദീസിൻ്റെ പ്രയോഗം കാണുമ്പോൾ അത് പിന്നെ സാമ്പത്തിക ശേഷി എത്തി ശാരീരികമായി കഴിവുണ്ടായി വഴി തെളിഞ്ഞിട്ട് ഹജ്ജ് നിർവഹിക്കാത്തവർ അവരുടെ പര്യവസാനം വളരെ അപകടകരമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് തഅജ്ജലു ഇലൽ ഹജ്ജ് എന്നാണ്, ഹജ്ജിലേക്ക് ധൃതി കാണിക്കണമെന്നാണ്. എന്നിട്ട് പറഞ്ഞു ഖദ് യംറദുൽ മരീദ് വതദില്ലു ദ്വാല്ല വതഅറുദുൽ ഹാജ എന്നൊക്കെ പറഞ്ഞില്ലേ. ഹജ്ജിന് വേഗം ധൃതി കാണിക്കണം എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് സാമ്പത്തിക ശേഷി എത്തി ശാരീരികമായി കഴിവുണ്ട്, നമുക്ക് മക്കയിലേക്ക് എത്താനുള്ള മനിസ്തത ഇലൈഹി സബീല വഴി തരപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം അൽ ഹജ്ജു അലൽ ഫൗർ, ഹജ്ജ് പെട്ടെന്നാക്കുക എന്നുള്ളതാണ് കൽപ്പിക്കുന്നത്. ഇപ്പോഴുള്ള യാത്രാ സൗകര്യം അത് നഷ്ടപ്പെട്ടേക്കും, ആള് രോഗിയായി മാറിയേക്കും, അതേപോലെ തന്നെ ആവശ്യങ്ങൾ പലതും മുന്നിൽ കുമിഞ്ഞുകൂടിയേക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾക്ക് അവസരം വെക്കുന്നത് അപ്പോൾ തഅജ്ജലു ലിൽ ഹജ്ജ് ഇലൽ ഹജ്ജ്, ഹജ്ജിലേക്ക് ധൃതി കാണിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊക്കെ ഇത് ആളുകൾ അതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് ഇതിൽ പറയാനുള്ളത്. അല്ലാഹു അലം. ബറക്കല്ലാഹു ഫീക്. ജസാക്കല്ലാഹു ഖൈർ. ഓക്കെ, നമുക്ക് ഒരു അടുത്ത ആരാ നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഓക്കെ, നിങ്ങളെ പേര്? ഷംസുദ്ദീൻ. എവിടുന്നാ വിളിക്കുന്നത്? കായംകുളം. ഓക്കെ ഓക്കെ, ചോദിച്ചോളൂ. ഞാൻ ഒരു ഉംറ ഗ്രൂപ്പിൽ പോയി ഉംറ ചെയ്തു. അപ്പോൾ എനിക്ക് ഹജ്ജ് ഫർളാണോ? ഉംറ ചെയ്ത് കഴിഞ്ഞാൽ ഹജ്ജ് നിർബന്ധം? തിരിച്ചു വന്നു. ഉംറ ചെയ്ത് തിരിച്ചു വന്നു നേരത്തെ. ഇനി ഹജ്ജ് നിർബന്ധമാണോ എന്നതാണോ ചോദ്യം? അതെ അതെ. ഓക്കെ, ഹംസമദീനി. ഹജ്ജ് എല്ലാവർക്കും നിർബന്ധമാകില്ല. ഉംറ നിർബന്ധമായവർക്കെല്ലാം ഹജ്ജ് നിർബന്ധമാകില്ല. ഉംറക്ക് പോകാനുള്ള സാമ്പത്തിക ശേഷിയും അതിനുള്ള സൗകര്യങ്ങളുമൊക്കെ ഒരുങ്ങി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉംറ നിർബന്ധമായി. ഹജ്ജിന് സ്വാഭാവികമായും അതിനേക്കാൾ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള കഴിവുകളും മറ്റുമൊക്കെ വേണം. അപ്പോൾ അതുകൂടി ഒക്കുമ്പോഴാണ് അവർക്ക് ഹജ്ജ് നിർബന്ധമാകുന്നത്. അപ്പോൾ ഹജ്ജ് ചെയ്തവരെല്ലാം ഉംറ നിർവഹിക്കുക എന്നോ അല്ലെങ്കിൽ ഉംറ ചെയ്തവരെല്ലാം ഹജ്ജ് നിർവഹിക്കുക എന്നോ അല്ല, മറിച്ച് ഓരോന്നിനും ഉള്ള കഴിവും മറ്റും ഉണ്ടാകുമ്പോഴാണ് അത് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അത് നല്ലൊരു ഇതാണ്. എനിക്ക് സംശയമുള്ള ഒരു കാര്യമായിരുന്നു, അത് ക്ലിയർ ചെയ്തതിൽ വളരെ സന്തോഷം. ഓക്കെ ഓക്കെ. അതിലേക്ക് ആഡ് ചെയ്തൊരു കാര്യം, ഉംറ ചെയ്തു എന്നുള്ളത് കൊണ്ട് ഹജ്ജിനുള്ള അവസരം വന്നാൽ അയാളുടെ ബാധ്യത വീടുന്നില്ലല്ലോ. ഇല്ലല്ല, ഉംറ ചെയ്തുകൊണ്ട് ഹജ്ജ് ഒഴിവാവില്ലല്ലോ. രണ്ടും രണ്ട് കർമ്മങ്ങൾ തന്നെയല്ലേ. ഓക്കെ. മറ്റൊരു ചോദ്യം നമുക്ക് എഴുതി കിട്ടിയൊരു ചോദ്യം. അപ്പോൾ സ്ത്രീകൾ ചില സമയത്ത് അവർക്ക് നോമ്പിന് വേണ്ടി അതല്ലെങ്കിൽ ഒരു പിന്നെ ഇപ്പോൾ ഹജ്ജിൻ്റെ സമയത്ത് ഹജ്ജിൻ്റെ കർമ്മം പൂർണ്ണമായി ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ അവരുടെ പീരീഡ് ആർത്തവ സമയത്ത് നീട്ടിവെക്കാൻ വേണ്ടി മരുന്ന് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിധി എന്താണ്? അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളതാണ്. ഹജ്ജിന്റെ ആ നാളുകളിൽ നിന്ന് പിന്നെ സ്ത്രീകളുടെ പീരീഡ്സിനെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് മരുന്ന് കുടിക്കുന്ന വിഷയം. അതെ അതെ അതെ. അങ്ങനെ മരുന്ന് കുടിക്കുന്നത് അനുവദനീയമാണ്, ഒരു സ്ത്രീക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ അങ്ങനെ മരുന്ന് കുടിച്ച് സമയം ഒപ്പിക്കേണ്ട ഒരു ബാധ്യതയൊന്നുമില്ല. അതേസമയം ഒരു സ്ത്രീ പിന്നെ ഈ ഹജ്ജ് കർമ്മങ്ങളുടെ നിർവഹണത്തിന് വേണ്ടിയിട്ട് ആ സമയത്ത് പീരീഡ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് മരുന്ന് പിടിക്കുകയാണ് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് അനുവദനീയമാണ്. അങ്ങനെയാണ് അതിൽ പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത്. നിർബന്ധമായി അത് ചെയ്യേണ്ടതില്ല.
അങ്ങനെയൊന്നുമില്ല. അതിലൊരു കൃത്രിമത്വം ആവശ്യമല്ല. ചെയ്തു എന്നതുകൊണ്ട് പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു അല്ലേ? അല്ല. ഇത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ഗ്രൂപ്പിലൊക്കെ പോകുന്നവർ അവരുടെ കൂടെ തന്നെ തിരിച്ചു വരണം എന്നൊക്കെ ഇതുണ്ടാകുമല്ലോ. അപ്പോൾ പിന്നെ അവർക്ക് പിരീഡൊക്കെ ആയിട്ട് കുറേ വൈകി സമയത്തിന് പിന്നെ തിരിച്ചു വരാൻ കഴിയാതെ, തവാഫുൽ ഇഫാദ ചെയ്യാൻ കഴിയാതെ, സഅയ് ചെയ്യാൻ കഴിയാതെ ഒക്കെ നിൽക്കുന്ന സമയത്ത്, അപ്പോൾ അതിനേക്കാളൊക്കെ നല്ലത് ഒരു പക്ഷേ ഇത്തരം ആധുനികമായ സൗകര്യങ്ങളുമൊക്കെ ഉണ്ടായ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ചെയ്യുന്നത് തന്നെയായിരിക്കും. പറയാം, മനസ്സിനും ഒരു സമാധാനം കിട്ടും. അതായത് ഇവർക്കൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞു, എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല, ഞാൻ പിന്നെ തവാഫ് ചെയ്യാതെ ഇവിടെ ഇരിക്കുന്നു എന്നൊക്കെയുള്ള ആ ഒരു മനസ്സിലുള്ള ഒരു പ്രയാസം ഒഴിവാകാനും കൂടി നല്ലത്. പ്രത്യേകിച്ച് ഹജ്ജിൻ്റെ ദിവസങ്ങളിൽ തന്നെ അത് നിർവഹിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലോ. അപ്പോൾ തവാഫൊക്കെ ദുൽഹിജ്ജ 10 മുതൽ അങ്ങോട്ടുള്ള 13 വരെയുള്ള ദിവസങ്ങളിൽ തന്നെ അതാണല്ലോ അതിൻ്റെ ശരിയായ സമയം. അത് ആ സമയത്ത് തന്നെ നിർവഹിക്കാൻ വേണ്ടി ഒരു സ്ത്രീ അത് ചെയ്യുമ്പോൾ മനസ്സിൻ്റെ ഒരു സന്തോഷത്തിനും കൂടി വേണ്ടി ചെയ്യുകയാണെങ്കിൽ അതിനൊരു വിരോധം പറയാൻ പറ്റില്ല എന്നതാണ്. എന്നാൽ ഒരാൾ ചെയ്തില്ല, അതുകൊണ്ട് ഒരല്പം പിന്തിപ്പോയി 13-ന് പിന്നെ ചെയ്യേണ്ടത് 14-ലേക്കോ 15-ലേക്കോ ആയി, അവർ മക്കത്ത് തന്നെ നിൽക്കുന്നുണ്ട് ആ സമയങ്ങളിലൊക്കെ, അങ്ങനെയാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ അവർക്ക് തവാഫല്ലാത്ത ബാക്കി എല്ലാ കർമ്മങ്ങളും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പറ്റും. അവർ പീരീഡ് ടൈമിലാകുന്ന സമയത്തും ചെയ്യാൻ പറ്റുമല്ലോ. ഈ തവാഫിൻ്റെ കാര്യത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ. അതുകൊണ്ട് ആ തവാഫിന് പ്രശ്നം വരില്ല എങ്കിൽ പിന്നെ ചെയ്യാതിരിക്കും. ഇന്നത്തെ സൗകര്യങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളത്. നമുക്കൊരു കോളർ ഉണ്ട്. അസ്സലാമു അലൈക്കും. ഹലോ, ആരാ വിളിക്കുന്നത്? ഓക്കെ, പറഞ്ഞോളി. എവിടുന്നാ വിളിക്കുന്നത്? പാലക്കാട്. ഓക്കെ, ചോദിച്ചോളൂ. ഞാന് മഹറമില്ലാതെ ഹജ്ജിന് പോയി കഴിഞ്ഞാൽ അത് ഹജ്ജിന്റെ സ്വീകാര്യത എങ്ങനെയാണ്? ഓക്കെ, മെഹ്റമില്ലാതെ ഹജ്ജിന് പോയാൽ ഹജ്ജിൻ്റെ സ്വീകാര്യത എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ബർവന്തിരി ഉസ്താദ് ചോദ്യം കേട്ടിട്ടുണ്ടാകും. ഇൻഷാ അല്ലാഹ് ഉസ്താദ് മറുപടി പറയും ഇൻഷാ അല്ലാഹ്. മെഹ്റമില്ലാതെ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ഹജ്ജ് യാത്രയിൽ തന്നെ സഹവസിക്കാൻ തനിക്കെന്നേക്കുമായി വിവാഹബന്ധം നിഷിദ്ധമായ ഒരു പുരുഷന്റെ സാന്നിധ്യം, അതാണ് ഇവിടെ ഉദ്ദേശം. അങ്ങനെയുള്ള ഒരു പുരുഷനില്ലാതെ ഒരു സ്ത്രീ ഹജ്ജിന് പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഹജ്ജിൻ്റെ സാധുത, അതിൻ്റെ സ്വീകാര്യത, ഹജ്ജ് ശരിയാകുമെന്നതിലും ഹജ്ജ് സ്വീകരിക്കപ്പെടും എന്നതിലൊന്നും ഒരഭിപ്രായ വ്യത്യാസമില്ല. അവരുടെ ഹജ്ജ് ശരിയാകും. പക്ഷെ ആ യാത്രയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു യാത്ര കുറ്റകരമാണോ ഇല്ലേ എന്നുള്ളതാണ് അതിലുള്ള വിഷയം. ഒരു സ്ത്രീയും ഒരു മഹറമിന്റെ സാന്നിധ്യം അല്ലാതെ യാത്രയാകരുത്. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിന് യാത്ര തിരിച്ച ഒരു സ്ത്രീയുടെ വിഷയത്തിൽ പറഞ്ഞില്ലേ, അവരുടെ ഭർത്താവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിച്ചപ്പോൾ, പിന്നെ ഞാൻ ഒരു യുദ്ധത്തിന് നാമനിർദ്ദേശം നൽകിയിട്ടുണ്ട്, എൻ്റെ ഭാര്യയാകട്ടെ ഹജ്ജിന് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പിന്നെ അയാളോട് ഭാര്യയോട് കൂടെ ഹജ്ജിന് പോകാനാണ്. അപ്പോൾ ഇത്തരം ഹദീസുകൾ അറിയിക്കുന്നത് ഒരു സ്ത്രീ തനിച്ച് ഒരു മഹറമിൻ്റെ സാന്നിധ്യം അല്ലാതെ ഹജ്ജ് യാത്ര പോകാൻ പാടുള്ളതല്ല. അവർക്ക് ഹജ്ജ് ബാധ്യതയാകൂല മഹറമില്ലെങ്കിൽ എന്നുള്ളതാണ്. മനിസ്തത ഇലൈഹി സബീല, മക്കയിലേക്ക് മാർഗം സാധ്യമായവർ എന്നതിൽ പണ്ഡിതന്മാർ എണ്ണുന്ന ഒരു വിഷയമാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ പിന്നെ മഹറമിനെ കണ്ടെത്തുക എന്നുള്ളത്, യാത്രയിൽ തൻ്റെ കൂടെ അനുഗമിക്കാൻ ഒരു മഹറം ഉണ്ടാവുക എന്നുള്ളത്. മഹറമില്ല എങ്കിൽ അവർക്ക് ഹജ്ജ് നിർബന്ധമല്ല. എന്നാൽ ഈ ഒരു മസ്അലയെ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പണ്ട് മുതലേ എന്തുകൊണ്ടൊരു മഹറമിനെ പറഞ്ഞു യാത്രയിൽ, അത് സ്ത്രീയുടെ സുരക്ഷയും നിർഭയത്വവും മാനിച്ചുകൊണ്ടാണ്. അവിടെ വിഷയം ഒരു മഹറം ഉണ്ടാവുക എന്നുള്ള നിഷ്കർഷതയല്ല, പ്രത്യേക ഒരു സ്ത്രീക്ക് സുരക്ഷയും നിർഭയത്വവും ഈ യാത്രയിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മഹറം
അത് മഹറമുണ്ടെല്ലാണല്ലോ കൂടുതൽ തരപ്പെടുക. അതുകൊണ്ടാണ് മഹറമിനെ നിർദ്ദേശിച്ചത്. ഉദ്ദേശം സ്ത്രീയുടെ സുരക്ഷയും നിർഭയത്വമാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ളവർ പറഞ്ഞത്, ഒരു സംഘം സ്ത്രീകൾ കൂടെ അനുഗമിക്കാനുണ്ട് എങ്കിൽ ഒരു സ്ത്രീക്ക് മഹ്റമില്ലാതെ തന്നെ ആ സ്ത്രീകളുടെ കൂടെ ഹജ്ജിന് പോകാം. മറ്റു ചില പണ്ഡിതന്മാർ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പോലുള്ളവർ പറഞ്ഞത് അർറുഫ്ഖത്തുൽ മഅ്മൂന, നിർഭയത ഒരു സംഘം യാത്രയിൽ അനുഗമിക്കാനുണ്ട് എങ്കിൽ അങ്ങനെ സ്ത്രീകൾക്ക് മഹ്റമിന്റെ സാന്നിധ്യമില്ലാതെ തന്നെ ആ നിർഭയരായ സംഘത്തോടൊപ്പം ഹജ്ജ് യാത്രയാകാം. ഇങ്ങനെ ഫുഖഹാക്കളിൽ പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ശരിയോട് അടുത്ത അഭിപ്രായവും അതാണ്. ഒരു സ്ത്രീ തൻ്റെ യാത്രയിൽ അവരുടെ കൂടെ ഇതുപോലെ സ്ത്രീകളുടെ ഒരു ഗ്രൂപ്പാണ് അല്ലെങ്കിൽ നിർഭയരായ ഒരു സംഘമാണ് എങ്കിൽ അവരുടെ ഹജ്ജ് യാത്ര അനുവദനീയമാണ്. ഹജ്ജ് ശരിയും ആ യാത്ര ഒരിക്കലും കുറ്റകരമായ യാത്രയും അല്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ തിരുവിയോഗ ശേഷം ഹജ്ജിന് പോയിട്ടുണ്ട്. അവർ ഹജ്ജിന് പോയപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇവരുടെയൊക്കെ കൂടെയാണ് അവരുടെ ഹജ്ജ് യാത്ര ഉണ്ടായിട്ടുള്ളത്. അവരൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർക്ക് മഹ്റമുകളായിരുന്നില്ല. പക്ഷെ എന്നാലും അവർ യാത്രയായിട്ടുണ്ട്. കാരണം യാത്ര അത് സുരക്ഷിതമായിരുന്നു, നിർഭയത്വപൂർണമായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ആ അഭിപ്രായമാണ് കൂടുതൽ ശരിയോടടുത്തത്. ഒരു സ്ത്രീ ആ യാത്രയിൽ സുരക്ഷിതയാണ്, നിർഭയത്വമുള്ള യാത്രയാണ്. ഇങ്ങനെ എങ്കിൽ അങ്ങനെ യാത്ര പോകാം എന്നുള്ളതാണ് ശരി. അല്ലാഹു ആലം. ഇടയുണ്ടോ ഈ ഹജ്ജിൻ്റെ വിഷയത്തിൽ മാത്രമാണ്, ഹജ്ജ് ഉംറ വിഷയത്തിൽ മാത്രമാണ് പലപ്പോഴും എന്ത് ചെയ്യാറുള്ളത്, ഈ മഹ്റമിൻ്റെ വിഷയം ചർച്ച ചെയ്യാറുള്ളത്. ഒരു സ്ത്രീയുടെ ഏത് യാത്രക്കും ആവശ്യമായ ഒരു കാര്യമാണ്. ഹജ്ജിന് എന്നോ അല്ലെങ്കിൽ ഉംറക്ക് എന്നോ ആ ഒരു ഇബാദത്തുമായി ബന്ധപ്പെട്ടതല്ല ഈ മഹ്റമിൻ്റെ വിഷയം. സത്യത്തിൽ ഈ മഹ്റമിൻ്റെ വിഷയം വരുന്നത് ഒരു സ്ത്രീയുടെ യാത്രയുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഉസ്താദ് പറഞ്ഞത് ഹജ്ജിൻ്റെ സ്വീകാര്യതയിലോ അല്ലെങ്കിൽ ഹജ്ജിന് പ്രതിഫലം കിട്ടുക എന്ന വിഷയത്തിലോ ഒന്നും ഏത് ബാധിക്കൂല, മഹ്റമുണ്ടോ ഇല്ലേ എന്നത് ബാധിക്കൂല. മറിച്ച് ആ ഇബാദത്ത് നിർവഹിക്കാൻ വേണ്ടി അവർ പോകുന്ന വഴി, യാത്ര, ആ യാത്രക്ക് അവർ പോകുന്നത് മഹ്റമില്ലാതെ പോയാൽ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ അവൾ കുറ്റക്കാരിയാകുമോ, ആ യാത്രക്ക് കുറ്റം കിട്ടുമോ എന്നതാണ് പ്രശ്നം. അതാണ് ഈ ഇസ്ലാമിൽ ഏതൊരു കാര്യവും പറയുകയാണെങ്കിലും ഏതൊരു ഹുക്കുമുണ്ടെങ്കിലും ആ ഹുക്കുമിന് ഒരു ഹിക്മത്ത് ഉണ്ടാകുമല്ലോ, ഹുക്കുമിന് ഒരു ഹിക്മത്ത് ഉണ്ടാകും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീ യാത്ര ചെയ്യുന്ന സമയത്ത് മഹ്റമോട് കൂടിയല്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹിക്മത്ത് എന്താണ്? സ്ത്രീ സുരക്ഷിതയാകണം എന്നതാണ്. ആ ഹിക്മത്ത് അവിടെ ഉണ്ടെങ്കിൽ അത് ലഭിക്കും, ആ ഹിക്മത്ത് അവിടെ നിറവേറുമെങ്കിൽ അങ്ങനെ പോകാം എന്നതാണ് നല്ലൊരു ശതമാനം പണ്ഡിതന്മാരും ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം റെഡിയായി. സാമ്പത്തികമായിട്ടുണ്ട്, വഴിയിൽ മറ്റു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല, യാത്രാ തടസ്സങ്ങളില്ല, ബാക്കിയൊന്നുമില്ല. ഒരു മഹ്റം കൂടെ യാത്ര ചെയ്യാനില്ല എന്നത് മാത്രമാണ്, അല്ലെങ്കിൽ ഉള്ള മഹ്റം അവരുടെ കൂടെ യാത്ര ചെയ്യാൻ തയ്യാറാകാത്ത പ്രശ്നവും ഉണ്ടാകാം. ഇങ്ങനെയുള്ള ഒരു പ്രശ്നം മാത്രമാണെങ്കിൽ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തനിക്ക് വിശ്വസ്തതയുണ്ട് അല്ലെങ്കിൽ താൻ ഒരു സുരക്ഷിതയാകും എന്ന് ഉറപ്പുള്ള ഒരു കൂട്ടുകെട്ടിൻ അവരുടെ കൂടെ യാത്ര ചെയ്യാനുണ്ടെങ്കിൽ, ഒരു ഗ്രൂപ്പാകാം, അതേപോലെ തന്നെ സ്ത്രീകൾ മാത്രമായിട്ട് പോകുന്നതാകാം, ഒക്കെയാണെങ്കിൽ അവരുടെ ബാധ്യത ഹജ്ജ് നിർബന്ധമാവുക എന്നത് അതോടുകൂടി ആയിക്കഴിഞ്ഞു, അവർക്ക് ഹജ്ജ് നിർബന്ധമായി, മഹ്റം ഇല്ലെങ്കിലും ആയിക്കഴിഞ്ഞു എന്ന അഭിപ്രായത്തിനാണ് കൂടുതൽ പണ്ഡിത ലോകത്ത് സ്വീകാര്യതയുള്ളത് എന്നതാണ്. അത് തന്നെയാണ് ഏറ്റവും ശരിയായിട്ടുള്ള അഭിപ്രായമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹജ്ജിൻ്റെ വിഷയത്തിൽ മാത്രമല്ല ഉംറയുടെ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ അത് വ്യക്തത വന്നിട്ടുണ്ട്. കാരണം പല ആളുകളും ചോദിക്കുന്നൊരു സംശയമായതുകൊണ്ടാണ് കുറച്ച് സമയം നമ്മൾ അതിലെടുത്തത്. അടുത്ത കോളിലേക്ക് നമുക്ക് പോകാം. അസ്സലാമു അലൈക്കും. ഹലോ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പേര് പറ. വയനാടാണ്. ഓക്കെ ചോദിച്ചോളൂ.
സർക്കാരിന്റെ ഇതിൽ പോവാണെങ്കിലും പ്രൈവറ്റ് ആയിട്ട് പോവാണെങ്കിലും നല്ലൊരു എമൗണ്ട് വ്യത്യാസമുണ്ട്. ആ അപ്പോ ഈ സർക്കാരിന്റെ ഇതിൽ പോകുമ്പോ സർക്കാരിന്റെ പൈസ വെച്ച് ചെയ്യുമ്പോ അതിന് പ്രതിഫലത്തിൽ എന്തെങ്കിലും കുറവുകൾ എന്തെങ്കിലും ഉണ്ടാവോ? അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് പോകണമെങ്കിൽ അതിന് പ്രത്യേക എന്തെങ്കിലും ഉണ്ടാവോ എന്നുള്ളതാണ് സംശയം. അതിപ്പോൾ ഒരു മനുഷ്യന് അവിടെ എത്തി ഹജ്ജ് നിർവഹിക്കുമ്പോൾ അവൻ്റെ മാനസികാവസ്ഥ എന്ത്, അവൻ്റെ നിയ്യത്ത് എന്ത്, അവൻ്റെ കർമ്മങ്ങൾ എത്ര കണ്ട് സുന്നത്തിനോട് യോജിച്ചു വരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഫലം ഇരിക്കുന്നത്. ഒരുപാട് പണം ചെലവഴിച്ച് പോയി അവൻ്റെ നിയ്യത്ത് അത്ര കറക്റ്റല്ല എങ്കിൽ അതോടുകൂടി തന്നെ ആ പണം ചെലവഴിച്ചതൊന്നും ഒന്നുമല്ലാതെയായി തീർന്നു. ഒരാൾ ഒരു പക്ഷേ പോയിട്ടുണ്ടാവുക മറ്റാരുടെയെങ്കിലും സഹായത്തോടു കൂടിയായിരിക്കും. അയാൾ ആത്മാർത്ഥമായി എനിക്ക് റബ്ബ് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്, എൻ്റെ സാമ്പത്തിക സ്ഥിതി വെച്ചൊന്നും ഇവിടെ എത്തിപ്പെടാൻ പോലും കഴിയില്ല, അതുകൊണ്ട് ഞാൻ ഈ കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തട്ടെ എന്ന് കരുതി ഇബാദത്തിൽ അങ്ങോട്ട് മുഴുകി നല്ല നീയത്തോടു കൂടി കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനായിരിക്കും ആ വർഷത്തെ ഹജ്ജ് നിർവഹിക്കുന്ന കൂട്ടത്തിലെ ഏറ്റവും വലിയ പ്രതിഫലം നേടിയവൻ. അപ്പോൾ എത്ര കണ്ട് പണം ചെലവഴിക്കുന്നു എന്നതല്ല, മറിച്ച് ഏത് നീയത്തോടു കൂടി കർമ്മങ്ങൾ ചെയ്യുന്നു എന്നതാണ് പ്രതിഫലം കൂടാനും കുറയാനും ഉള്ള മാനദണ്ഡം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഗ്രൂപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ, ഗവൺമെൻറ് വിഭാഗത്തിൽ പോയിട്ടുണ്ടെങ്കിൽ പ്രതിഫലം കുറയുന്നോ, വലിയ സംഖ്യ കൊടുത്ത് സാധാരണ ഗ്രൂപ്പുകളിൽ പോയിട്ടുണ്ട് എങ്കിൽ അവിടെ പ്രതിഫലം കൂടുമെന്നോ ഉള്ള ഒരു ധാരണ ഒരിക്കലും നമുക്കുണ്ടാകേണ്ടതില്ല. നടന്നു പോയിട്ട് പ്രതിഫലം കൂട്ടാൻ വേണ്ടി ശ്രമിച്ച ഒരാളുണ്ട്, അതുമില്ല. മറിച്ച് അവനവൻ അവിടെ എത്തിപ്പെടാൻ കഴിയുന്ന ഏറ്റവും എളുപ്പമായ വഴി സ്വീകരിക്കുക എന്നതാണ് ഓരോരുത്തരും ചെയ്യേണ്ടത്. വല്ലാഹു അലം. മൗലവി എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അതിൻ്റെ ആ ഒരു ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില വ്യക്തികളെ തിരുത്തിയില്ലേ? ഈ അബൂ ഇസ്രായേൽ എന്ന വ്യക്തി വെയിൽ കൊണ്ട് നടന്ന് നഗ്നപാതനായിട്ടാണ് പോണത്. അപ്പം എന്തിനാന്ന് വെച്ചപ്പോൾ അദ്ദേഹം കൂടുതൽ കൂലിയിട്ടാൻ വേണ്ടിയിട്ട് മൂപ്പര് നടന്നു പോകാനും പാദരക്ഷ ധരിക്കാതെ തന്നെ വെയിൽ കൊള്ളാതെ തന്നെ പോകാനൊക്കെ ഉദ്ദേശിച്ചപ്പോൾ ആ സാഹസം കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾ അതിൽ നിന്ന് പിൻവലിച്ചു. തണൽ കൊള്ളാനും വാഹനത്തിൽ കയറാനും അങ്ങനെ പോകാനൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, താങ്കളുടെ ഈ സാഹസത്തിൽ നിന്നൊക്കെ എത്രയോ ധന്യനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറഞ്ഞ് അയാളെ തിരുത്തിയില്ലേ? അപ്പോൾ പ്രധാനം ഇവിടെ കേട്ടതുപോലെ മൂലം പറഞ്ഞ ഒരാളുടെ നിയ്യത്തും അയാളുടെ മനസ്സുമാണ്. ഒരു ഹദീസിൽ പറഞ്ഞില്ലേ, സബഖ ദിർഹമുൻ മിഅത അൽഫി ദിർഹമിൻ എന്ന്, 1 ദിർഹം 1,00,000 ദിർഹമിനെ മുൻകടന്ന് മികച്ചു എന്ന് പറഞ്ഞില്ലേ? അതെന്തുകൊണ്ടാണ്? ആ 1 ദിർഹം നൽകിയ ആളുടെ ആ ഒരു മനസ്സും അതിൻ്റെ നിയ്യത്തും അതിൻ്റെ ആ ഒരു വിശാലതയാണ്. അപ്പോൾ അതാണ് ഇതിൽ പ്രധാനം. എത്ര ചെലവഴിക്കുന്നു, എത്ര സാഹസപ്പെടുന്നു എന്നുള്ളതല്ല, മനസ്സാന്നിധ്യവും അള്ളാഹുവിന് മനസ്സിൽ ഉള്ള നിയ്യത്തും മനസ്സിൻ്റെ നിശ്ചയദാർഢ്യവും തീരുമാനവും റബ്ബിൽ നിന്ന് നേടാനുള്ള മനസ്സിൻ്റെ ആഗ്രഹവും ആ പ്രതീക്ഷയൊക്കെയാണ് പ്രധാനം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അൻവർ സാഹിബ് ക്ലിയർ ആണല്ലോ അല്ലേ? ഒരു ചോദ്യം ഇവിടെ നമുക്ക് ചോദിക്കാൻ എഴുതി കിട്ടിയൊരു ചോദ്യം ഉള്ളത്, ഇഹ്റാമിൽ നിന്ന് വിരമിച്ചിട്ടും ഇഹ്റാം വേഷത്തിൽ മതാഫിൽ പോയി തവാഫ് ചെയ്യലും ഹജറുൽ അസ്വദ് മുത്തലും അടക്കമുള്ള പ്രവർത്തികൾ ചെയ്യുന്നതിൽ തെറ്റുണ്ടോ? ഇത് ചോദിക്കാനുള്ള സാഹചര്യം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഇപ്പം വളരെ ആളുകൾ ധാരാളമുള്ള സമയമാണ് ഹജ്ജിൻ്റെ ഉംറ. അപ്പോൾ ഒരു പ്രാവശ്യം ചെയ്ത ആൾക്കാർ ഡ്രസ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് കടത്തി വിടുള്ളൂ. അതെ, അപ്പോൾ മോനെ ഒന്ന് വിശദീകരിക്കോ? ഒരാൾ ഹജ്ജിൻ്റെ ഏറെറിഞ്ഞ്, അതായത് ഹജ്ജ് 10 ജംറത്തുൽ അഖബയിൽ എറിഞ്ഞ്, എന്നിട്ട് അദ്ദേഹം ഇഹ്റാമിൻ്റെ ഡ്രസ്സിൽ തന്നെ മസ്ജിദുൽ ഹറാമിലേക്ക് പോകുന്നു, എന്നിട്ട് തവാഫ് ചെയ്യുന്നു. അതിൽ എന്തെങ്കിലും വിഷയമുണ്ടോ എന്നുള്ളതാണ്. തവാഫുൽ ഇഫാദ കഴിഞ്ഞിട്ട് അല്ല, ഇതിൽ പൊതുവേ നമ്മൾ ഹജ്ജുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഇപ്പോൾ ഇഹ്റാമിൽ നിന്ന് ഒഴിവായിട്ട്
ഇപ്പോൾ ഉംറക്ക് പോയാലും ഒക്കെ കർമ്മങ്ങളൊക്കെ പൂർത്തിയായിട്ട് മത്താഫിലേക്ക് ഇഹ്റാമിൻ്റെ ഡ്രസ്സിൽ മാത്രമല്ലേ പ്രവേശിക്കാൻ കഴിയുള്ളൂ. അതൊരു ഗവൺമെന്റിന്റെ പിന്നെ പോലീസിനൊക്കെ പറ്റിക്കുന്ന ഒരു പ്രവർത്തനം. അതല്ലാത്ത സമയത്തും ഇഹ്റാമിൻ്റെ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് മത്താഫിലേക്ക് എത്താൻ വേണ്ടി അജറുൽ അസ്വദ് കിട്ടാൻ വേണ്ടിയൊക്കെ അങ്ങനെ ചെയ്യുന്ന ആ ഒരു രീതി ശരിയാണോ എന്നുള്ളത്. ഹജ്ജിന്റെ സന്ദർഭങ്ങളിൽ അങ്ങനെ ഈ പിന്നെ ഒരു ഇതുണ്ടല്ലോ, ഈ ഇഹ്റാമിൻ ഡ്രസ്സ് ധരിച്ചവരെ മാത്രം മത്താഫിലേക്ക് അടുത്ത എന്നുള്ളതില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. ഹജ്ജിന്റെ സമയങ്ങളിലിട്ട് ഈ നാളുകളിൽ അത് മറ്റ് സമയങ്ങളിലൊക്കെ പിന്നെ തിരക്ക് നിയന്ത്രിക്കപ്പെടാനും അതേപോലെ തന്നെ അവിടെ നിയമപാലകർക്ക് അവിടെ കാര്യങ്ങൾ അവരുടെ പിടിയിൽ ഒതുങ്ങാനും അങ്ങനെ ചെയ്യാറുണ്ട്. അത് അവിടെ ഈ നമ്മൾ പറ്റിക്കലുണ്ടല്ലോ, അത് ശരിക്കും പാടുള്ളതില്ല. നമ്മളൊരു പുണ്യം ചെയ്യാനാണ്. മൻ താഫ ബിൽ ബൈത്തി സബ്അൻ വസല്ല റകഅതൈനി കാന കഉത്ഖി റഖബ എന്നാണ്. ഒരാൾ കഅബം 7 തവണ ചുറ്റുകയും 2 റകഅത്ത് നിസ്കരിക്കുകയും ചെയ്താൽ, തവാഫ് ചെയ്ത് 2 റകഅത്ത് നിസ്കരിച്ചാൽ ഒരടിമയെ മോചിപ്പിച്ച കൂലി എന്നാണ്. വലിയ പുണ്യമുള്ള വിഷയമാണ് ഒരു തവാഫ് ചെയ്യുക എന്നുള്ളത്. പക്ഷെ ഈ ഒരു പുണ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ആളുകൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെ ഈ കൃത്രിമത്വം കാണിക്കുകയാണ്. മത്താഫിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇഹ്റാമിൻ്റെ ഡ്രസ്സിൽ ആളുകൾ ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അത് പിന്നെ ശരിക്ക് ഈ അവിടുത്തെ വളരെ ഒരു നല്ല ലക്ഷ്യത്തിലാണ് ഈ ആളുകളെ ഈ രീതിയിൽ നിയന്ത്രിക്കുന്നത്. ഈ ലക്ഷോപലക്ഷം ഹാജിമാരൊന്നായിട്ട് മത്താഫിലേക്ക് അടിച്ചിറങ്ങിയിട്ടുണ്ട് എങ്കിൽ വലിയ അപകടങ്ങളാണ് സംഭവിക്കുക. ചരിത്രം അതിൻ്റെ കഥ പറയുന്നുണ്ടല്ലോ, ആളുകളുടെ കൂട്ടമരണവും കാര്യങ്ങളൊക്കെ. അല്ലാഹുല്ല ഹാജിമാർക്കും സലാമത്ത് നൽകട്ടെ. പക്ഷേ ആളുകൾ ഒന്നായിട്ട് ആ രീതി മത്താഫിലേക്ക് ഇറങ്ങി. മത്താഫിന്റെ വലിപ്പവും വ്യാപ്തിയും പരിമിതമാണ്. ഈ ലക്ഷോപലക്ഷങ്ങൾ ഒന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വലിയ അപകടങ്ങൾ വരുത്തും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനത്തെ നിയന്ത്രണങ്ങൾ വെക്കുന്നത്. ഈ നിയന്ത്രണങ്ങളിൽ നമ്മൾ ഗവൺമെന്റിനോട് അതേപോലെ തന്നെ അവിടുത്തെ പിന്നെ ഈ നിയമപാലകരോട് സഹകരിച്ചിട്ടില്ല എങ്കിൽ അത് വലിയ അന്യായമാണ്. മറ്റ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമറിനോട് പറഞ്ഞില്ലേ, ഹജറിന്റെ അടുക്കൽ, യാ ഉമർ ഇന്നക റജുലുൻ ഖവി, ഉമർ താങ്കൾ വളരെ മല്ലനായ കരുത്തനായ ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് ലാ തുസാഹിം ഇൻദൽ ഹജർ, ഹജറുൽ അസ്വദിന്റെ അടുക്കൽ തിരക്കല്ലേയും എന്ന് പറഞ്ഞില്ലേ. എന്തിനാ ഉമറിനോട് പറഞ്ഞത്? ഉമറിനെ ഹജറുൽ അസ്വദിന്റെ അടുക്കൽ നിന്ന് തിരക്കിൽ നിന്ന് അകറ്റിയത് എന്തിനാ? പിന്നെ അത് മറ്റ് ഹാജിമാർക്ക് ഉപദ്രവം ഉണ്ടാക്കും, പ്രയാസം ഉണ്ടാക്കും എന്നതിനാലാണല്ലോ. അതാണ് ഇതിൻ്റെ വിഷയം. ആളുകൾ എല്ലാവരും വളരെ പിന്നെ പ്രയാസമില്ലാത്ത രീതിയിൽ വളരെ നല്ല രീതിയിൽ കർമ്മങ്ങൾ നിർവഹിക്കാനാണ് ഇത്തരം ഈ നിയമങ്ങളും അതേപോലെ തന്നെ നിർദ്ദേശങ്ങളും അതേപോലെ തന്നെ ഈ നിയന്ത്രണങ്ങളൊക്കെ വെക്കുന്നത്. അതിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, ഒരിക്കലും പിന്നെ ചതി നടത്താൻ പാടുള്ളതല്ല, കൃത്രിമത്വം കാണിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ കൃത്രിമത്വം കാണിച്ചിട്ട് നമ്മൾ ഒരു പുണ്യകർമ്മമാണ് ചെയ്യുന്നത്. നമ്മളുടെ തവാഫ് നിർവഹിച്ചു കഴിഞ്ഞു, പിന്നെ ഐച്ഛികമായിട്ട് തവാഫ് ചെയ്യുന്നുള്ളത് പുണ്യം, വലിയ കാര്യം തന്നെയാണ്. പക്ഷേ ഒരു ഐച്ഛിക കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറുക്കു വഴികളെ അതേപോലെ തന്നെ മറ്റുള്ളവരെ പറ്റിക്കുക, ആ രീതി ഒരിക്കലും ശരിയല്ല. അതൊരു വലിയ പുണ്യമായിട്ട് ആരും മനസ്സിലാക്കാനും പാടുള്ളതല്ല. അതാണ് അതിൽ പറയാനുള്ളത്. അല്ലാഹു അലം. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു തവാഫിൽ ഇഫാദ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു തവാഫ് ചെയ്യുക എന്ന് പറയുന്നത്, സുന്നത്തായ ഒരു തവാഫ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ പുണ്യം തന്നെയാണ്. നേരത്തെ നമ്മൾ കേട്ടതുപോലെ തന്നെ വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ്. പക്ഷേ ആ ഒരു പ്രതിഫലം ഒരു സുന്നത്ത് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഹറാമുകൾ വരെ ചെയ്യേണ്ടി വരുന്നു. ഒന്ന്, പൊതു നിയമങ്ങൾ, മനുഷ്യരുടെ ഇതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ, ആ നിയമങ്ങൾ ലംഘിക്കുന്നു എന്നത്. രണ്ടാമത്തത്, അവിടെ തിരക്കിന് കാരണമാകുന്നു, മറ്റുള്ളവർക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാകാൻ, പ്രയാസങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നു. അങ്ങനെ ധാരാളം ആളുകൾ ഒരുമിച്ച് മത്താഫിലേക്ക് വരികയും തവാഫ് ചെയ്യുകയും ചെയ്യുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അപകടങ്ങൾ ഉണ്ടാക്കാൻ കാരണമാവുക എന്ന് പറയുന്നത് ഒരു ഹറാമാണ്. അപ്പോൾ ഒരു സുന്നത്ത് ചെയ്യാൻ വേണ്ടി ഒന്നിൽ കൂടുതൽ ഹറാമുകൾ ചെയ്യുന്ന ഒരവസ്ഥ വരുന്നു എന്നത് ഇതിലുള്ളത് കൊണ്ട് ഈ സമയങ്ങളിൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് ബാക്കിയുള്ള സമയങ്ങളിൽ സുന്നത്ത് നമസ്കാരങ്ങളാകാം. അവിടെ വെച്ച് 2 റക്അത്ത് നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വലിയ പ്രതിഫലമുണ്ട്. മസ്ജിദുൽ ഹറമിൽ വെച്ച് നമസ്കരിക്കുന്ന നമസ്കാരങ്ങൾക്ക് വലിയ പ്രതിഫലമുണ്ട്. അപ്പോൾ അത്തരം കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്
ഇതുപോലുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. അതിന് പുണ്യമുണ്ടെങ്കിലും ഇതുപോലുള്ള പ്രശ്നങ്ങളുള്ളത് കൊണ്ട് വിട്ടു നിൽക്കുകയാണ് വേണ്ടത് എന്നാണ് പറഞ്ഞതിൻ്റെ ആകത്തുകയായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ആരോഗ്യമുള്ള ആളുകളാണെങ്കിൽ തവാഫ് ചെയ്യാൻ വേറെയും സംവിധാനം ഉണ്ടല്ലോ. അതെ അതെ, ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളിലൂടെയാണ് കടന്നു പോയത്. ഇനിയും നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രോതാക്കൾ റെഡിയാണ്. എഴുതി കിട്ടിയ ചോദ്യങ്ങൾ തന്നെയും ഇനിയും ഉണ്ട്. നമുക്ക് പീസ് റേഡിയോയിൽ അൽ-ഇജാബ സംവിധാനമുണ്ട്. അത് എല്ലാ ദിവസവും നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. ഒരു ഹജ്ജും കാര്യങ്ങളും മാത്രമായി ബന്ധപ്പെട്ടതല്ല, പൊതുവായ നമ്മുടെ മതപരമായ വിഷയങ്ങളിലൊക്കെ നമുക്ക് സംശയം ദൂരീകരിക്കാനുള്ള വലിയ അവസരങ്ങളുണ്ട്. അത് ഉപയോഗപ്പെടുത്തണം എന്നത് ആണ് ഓർമ്മപ്പെടുത്തുന്നത്. ഇൻഷാ അല്ലാഹ് ഏതാനും ചോദ്യങ്ങളിലേക്ക് ഒരു ചോദ്യം കൂടി നമുക്ക് ഈ സമയത്ത് ചോദിക്കണം തോന്നുന്നുണ്ട്. ഒന്ന്, ഇപ്പം ഇന്നിപ്പം അവിടെ അറഫയാണ്, അപ്പോൾ ആളുടെ മനസ്സിലുള്ള ഒരു സംശയമാണ്, എന്നാണ് കേരളത്തിലുള്ള ആൾക്കാർ അറഫ നോമ്പ് നോൽക്കേണ്ടത് എന്നൊരു സംശയമുണ്ട് ആളുകൾക്ക്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴാണ് എന്നാണ് അറഫ എന്നതൊക്കെ ആളുകൾക്ക് മനസ്സിലാകാൻ തുടങ്ങിയത്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഹജ്ജിന് ദുൽഹിജ്ജ 9 ഒരു സംഘത്തെ പറഞ്ഞയച്ചു. അവർ അവിടെ എത്തി ഹജ്ജ് നിർവഹിച്ച് തിരിച്ച് മദീനയിലെത്തിയപ്പോഴായിരിക്കും എന്നായിരുന്നു നിങ്ങളുടെ ഉംറ, എന്നായിരുന്നു നിങ്ങളുടെ അറഫ, എന്നായിരുന്നു യൗമുൻ നഹർ എന്നതിനെ സംബന്ധിച്ചൊക്കെ മദീനക്കാരറിയുന്നത്. കാരണം അന്നത്തെ ഒരു കണക്കനുസരിച്ച് ഒരു 9-10 ദിവസത്തെ യാത്രയുണ്ട് എവിടേക്ക്, മദീനയിൽ നിന്നും മക്കയിലേക്ക്, അന്നത്തെ ഒരു ദൂരമാണ്. അപ്പോൾ അവരെന്തായാലും ദുൽഖഅദ അവസാനത്തിലെങ്കിലും പുറപ്പെട്ടിരിക്കണം. അപ്പോൾ നബി നോമ്പ് നോറ്റത്, മദീനയിലുള്ള ആളുകൾ നോമ്പ് നോറ്റത് അവർക്ക് എന്നാണോ ദുൽഹിജ്ജ 9 ആകുന്നത് അന്നായിരിക്കുമല്ലോ. എന്നാൽ ഇപ്പോഴുണ്ടായ ഒരു വിഷയമാണ്, ഇപ്പോൾ നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടെ അറഫയിൽ ആളുകൾ നിൽക്കുന്നത്, അവർ നടന്നു പോകുന്നത്, അവർക്കുള്ള എല്ലാ വിഷയങ്ങളും നമ്മളിപ്പോൾ നേരിട്ട് ഇപ്പോൾ നമ്മുടെ മുന്നിൽ തന്നെ കാണുകയാണ്. അപ്പോൾ അവരവിടെ നിൽക്കുന്നു. നമുക്കാണെങ്കിൽ ദുൽഹിജ്ജ 8 ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നത്, ഈ ഒരു വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം, അതായത് ഇഖ്തിലാഫുൽ മതാലി പരിഗണിക്കണം എന്ന് പറയുന്ന പണ്ഡിതന്മാർ തന്നെ, ഓരോ നാട്ടുകാർക്കും അവരവരുടേതായ മത്ലാകളുണ്ട്, അതനുസരിച്ച് അവർക്ക് എന്നാണോ ദുൽഹിജ്ജ 9 ആകുന്നത് ആ ദിവസമാണ്, അവർക്ക് എന്നാണോ റമദാൻ ആകുന്നത് ആ ദിവസമാണ് നോമ്പെടുക്കേണ്ടത്, അവർക്ക് എന്നാണോ ശവ്വാൽ കാണുന്നത് അന്നാണ് നോമ്പെടുക്കേണ്ടത് എന്ന് പറയുന്ന പണ്ഡിതന്മാർ തന്നെ അറഫയുടെ വിഷയത്തിൽ മാത്രം എന്ത് ചെയ്തിട്ടുണ്ട്, അറഫ എന്നത് മക്കയിൽ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് അറഫ ആർക്ക് എല്ലാ ലോകത്തുള്ള മുഴുവൻ ആളുകളും എന്ത് ചെയ്യട്ടെ, മക്കക്കാർ നോമ്പെടുക്കുന്ന അല്ലെങ്കിൽ മക്കക്കാർ അറഫയിൽ നിൽക്കുന്ന ആ ദിവസം തന്നെ എടുക്കട്ടെ, അതിന് സൗകര്യപ്പെടുന്നവർ ഒരു വിഭാഗം ഒഴിച്ച്. അതാരാണ്? മക്കയിൽ അറഫ ദിവസമായ സമയത്ത് അവർക്ക് പെരുന്നാൾ ദിവസമാണ്, അപ്പോൾ പെരുന്നാൾ ദിവസം നോമ്പെടുക്കാൻ പാടില്ലല്ലോ, അവരൊഴിച്ച് ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ ചെയ്യട്ടെ എന്ന് പറഞ്ഞ ചില പണ്ഡിതന്മാരുണ്ട്. ഇതൊരു ഭാഗമാണ്. അല്ല, ഇതും എല്ലാ കാര്യങ്ങളിലും അതത് നാടുകളിൽ കാണുന്ന മത്ലഅകളുടെ വ്യത്യാസമനുസരിച്ച് കാണുന്ന ചന്ദ്രപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു വിഭാഗം ആളുകൾ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, കൃത്യമായ ഒരു നസ്സില്ലാത്തൊരു വിഷയമാണിത്. ഈ വിഷയത്തിൽ അറഫ നോമ്പിൻ്റെ വിഷയത്തിൽ കൃത്യമായി അത് ഇന്ന നാട്ടിൽ കാണുമ്പോഴാണെന്നോ അല്ലെങ്കിൽ ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ആ സമയത്ത് തന്നെയാണ് എന്നോ ഒരു നസ്സ് കാണാത്ത ഒരു വിഷയമായതുകൊണ്ട് ഒരു ഇജ്തിഹാദിയായ വിഷയം അല്ലെങ്കിൽ ഗവേഷണാത്മകമായ വിഷയം എന്ന നിലക്ക് നമുക്ക് എടുക്കാവുന്നൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അറഫ ദിനമാകുന്ന സമയത്ത് പ്രത്യേകിച്ച് ദുൽഹിജ്ജ മാസപ്പിറവി കാണുന്നത് മക്കയിലും ഇവിടെയും തമ്മിൽ വ്യത്യാസമാകുന്ന സമയത്ത് മാത്രമായിട്ട് സോഷ്യൽ മീഡിയകളിൽ പ്രത്യക്ഷപ്പെട്ട് അവിടെ കുറേ വീഡിയോസുകളുമായിട്ട് വരുന്ന കുറേ ആളുകളുണ്ട്. സത്യത്തിൽ അവരൊക്കെ ഒരു ഫിത്നയുടെ ആളുകളാണ്. ഇതൊരു ഇജ്തിഹാദിയായ വിഷയമാണ്. അതുകൊണ്ട് നാട്ടിലെ ഭൂരിപക്ഷം ആളുകളും എന്നാണോ ഈ നോമ്പെടുക്കുകയും ആചരിക്കുകയും ഒക്കെ ചെയ്യുന്നത് അതനുസരിച്ച് പോകട്ടെ എന്ന് തീരുമാനിക്കാം. അതല്ല
എൻ്റെ ഒരു സുന്നത്ത് നോമ്പ് എന്ന നിലയ്ക്ക് എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യമാണല്ലോ. അതുകൊണ്ട് എനിക്കെന്ത് ചെയ്യുക, ഞാൻ ആ ദിവസം തന്നെ നോമ്പെടുക്കുകയാണ് എന്നും തീരുമാനിക്കുക. മാത്രവുമല്ല, ഇന്നെന്താ ദിവസം? വ്യാഴാഴ്ച ദിവസമാണ്, സുന്നത്ത് നോമ്പിൻ്റെ ദിവസമാണ്. ഇത് ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിവസങ്ങളിൽപ്പെട്ട 9 ദിവസങ്ങളിൽപ്പെട്ട ഒരു ദിവസമാണ്. ഇന്ന് ഈ നിലക്ക് നോമ്പെടുക്കാം. ഇതൊക്കെ ഈ നിലക്കൊക്കെ നോമ്പെടുക്കാവുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് ഈ 2 ദിവസവും നോമ്പെടുക്കുന്നതിന് പ്രശ്നമില്ല. അല്ല, എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ അതിനനുസരിച്ച് തന്നെയാണ് നോമ്പെടുക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള ഭൂരിപക്ഷം ആളുകളും അങ്ങനെ തന്നെയാണ് നോമ്പെടുക്കുന്നത്. ആ കാര്യത്തിൽ ഞാൻ അവരോട് യോജിച്ച് നിൽക്കുകയാണ്. ഇതൊക്കെ ഒരു സാമൂഹികമായിട്ട് കൂടി ചെയ്യുന്ന ഒരു കാര്യങ്ങളാണല്ലോ. അങ്ങനെ നിൽക്കാം. അതല്ല, അവിടെ ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആളുകൾ അറഫയിൽ നിൽക്കുന്നത്, ഞാൻ ഇന്നാണ് അറഫ നോമ്പ് നിൽക്കുന്നത് എന്നും ഒരാൾക്ക് തീരുമാനിക്കാവുന്ന ഒരു വിഷയമാണ്. ഇതൊരു അഭിപ്രായ വ്യത്യാസം, ഒരു ചർച്ചയാക്കി പ്രശ്നമാക്കേണ്ടുന്ന ഒരു വിഷയമല്ല. പഠിക്കാനും അന്വേഷിക്കാനും അറിയാനും വേണ്ടി ഒരു ചർച്ചയാകാം എന്നതിനപ്പുറത്തേക്ക് തർക്കത്തിലേക്ക് കൊണ്ടുപോകേണ്ടുന്ന ഒരു വിഷയമല്ല, മറിച്ച് ഒരു ഇജ്തിഹാദിയായ വിഷയമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉസ്താദ് അതിലേക്ക് ആഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യും എന്നാണ് വിചാരിക്കുന്നത്. വല്ലാഹു അലം. ഖൈറൻ, ഇൻഷാ അല്ലാ. ഇതൊക്കെ തന്നെയല്ലേ പറയാനുള്ളത്. പക്ഷേ ചില ആളുകൾ ഇതിൽ കുറച്ചൊരു ഇവിടെ അറഫയിൽ നിൽക്കുന്ന ദിവസം തന്നെ ആ നോമ്പാകണമെന്നും ചിലർ എല്ലാത്ത നോമ്പെടുത്തവരെ നോമ്പ് മുറിപ്പിക്കുകയും പിന്നെ ഇതിൽ കുറച്ച് ഇപ്പം മലി പറഞ്ഞ പോലെ തന്നെ ഈ സമയത്തിൻ്റെ എങ്കിലും ഇങ്ങോട്ട് മീഡിയകളിൽ പ്രത്യക്ഷപ്പെട്ടത് പറഞ്ഞ് പരത്തി അരപ്പാക്കിയിട്ടുള്ള ഒരു വിഷയം പലരിലും അങ്ങനെ വരികയാണ്. അതുകൊണ്ടാണ് ഈ ആളുകൾക്ക് ഇങ്ങനെ ഈ വിഷയത്തിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നതും സംശയം ദൂരീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അല്ലാഹുൽ മുസ്തആൻ. ഓക്കെ, നമുക്ക് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ചോദ്യത്തിലേക്ക് പോകാം. ഇതുപോലെ തന്നെ ഈ ആളുകൾ പലപ്പോഴും ഉംറക്കുദിനൊക്കെ പോകുമ്പോൾ ഈ ആയിഷ പള്ളി പോയി ഇഹ്റാം കെട്ടി വന്ന് ഉംറ ചെയ്യുന്നതിനെ കുറിച്ചുള്ളൊരു ചോദ്യമാണ് നമുക്ക് വന്നിട്ടുള്ളത്. അതിൻ്റെ വിധി എന്താണ്? ഇപ്പോൾ ഒരു ഉംറ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടിൽ നിന്ന് പോയി ചെയ്യും. ഇത് എപ്പോഴും സംഭവിക്കാറുള്ളത് എന്താ വെച്ചാൽ ഈ ഹോട്ടലുകളിൽ പല ടീമുണ്ടാവും. അപ്പോൾ അവരിങ്ങനെ പരസ്പരം ഒരു പരിചയമായി കഴിഞ്ഞാൽ അങ്ങനെ ചോദിക്കും, നിങ്ങൾ എത്ര ഉംറ ചെയ്തു? ഞങ്ങളിന്ന് ഇപ്പോൾ 15ാമത്തെ ഉംറക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ 2-3 അപ്പോൾ ഈ ആയിഷ പള്ളി പോയി ഇഹ്റാമിൽ പ്രവേശിച്ച ഉംറ നിർവഹിക്കുന്നതിൻ്റെ ഒരു വിധി എന്താണ് എന്നുള്ളൊരു ചോദ്യമാണ്. ഉസ്താദേ, അതിപ്പോൾ നമ്മൾ പിന്നെ നേരത്തെ പറഞ്ഞില്ലേ ഈ മത്താഫിലേക്ക് ഇറങ്ങുന്ന വിഷയം, പിന്നെ ഇഹ്റാമിൻ്റെ വേഷം കെട്ടി മത്താഫിലേക്ക് ഇറങ്ങുന്ന വിഷയം. യഥാർത്ഥത്തിൽ പിന്നെ ഈ അധികരിച്ചുള്ള ഉംറ ഒന്നിലധികം ഉംറ നിർവഹിക്കുന്ന വിഷയം അവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു തിരക്കിൻ്റെയും അതേപോലെ തന്നെ ആളുകൾക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിൻ്റെയും ഒരു വിഷയമാണ്. എല്ലാ വരുന്ന ഹാജിമാരും ഇങ്ങനെ അവരുടെ ഒരു നിർബന്ധ ഉംറ നിർവഹിച്ച് അല്ലെങ്കിൽ അവർ വന്നിട്ട് ആ യാത്രയിൽ ഉംറ നിർവഹിച്ചതിന് ശേഷം വീണ്ടും ഇഹ്റാമിൽ പ്രവേശിച്ചിട്ട് ഇങ്ങനെ മാറി മാറി ഉംറ ചെയ്യുന്നൊരവസ്ഥയാണ് എങ്കിൽ അതിനാലുണ്ടാകുന്ന തിരക്കുകളും മറ്റ് ഹാജിമാർക്കുണ്ടാകുന്ന പ്രയാസങ്ങളും ഒരു സുന്നത്തായ ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടി വരുന്ന നിഷിദ്ധങ്ങളും അതൊക്കെയാണ് അവിടെ ഗൗരവത്തിൽ കാണേണ്ടത്. സലഫുകളിൽ ഇങ്ങനെ മക്കത്തേക്ക് ഹജ്ജിന് വന്ന് അല്ലെങ്കിൽ ഉംറയ്ക്ക് വന്ന് അവർ പല തവണ ഇങ്ങനെ കൂടുതൽ ഉംറ ചെയ്തതായിട്ട് നമ്മൾ വായിക്കണില്ല. കൂടുതൽ ഉംറ ചെയ്തതായിട്ട് അതിനർത്ഥം പിന്നെ ഒരാളൊരു ഉംറ ചെയ്തു തന്നെ ഉംറ ചെയ്തു എന്നിട്ട് മറ്റൊരു ഉംറ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ബിദഅത്താണെന്നോ നിഷിദ്ധമാണോ എന്നല്ല, നിഷിദ്ധമാണ് എന്നല്ല. ചില പൂർവികരിൽ നിന്ന് അവർ പിന്നെ അവരുടെ ഉംറ ചെയ്ത് പിന്നെ അവർ മരണപ്പെട്ട ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഉംറ ചെയ്തതായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇമാം മാലിക് മുവത്തയിൽ അത്തരം ചില നിവേദനങ്ങൾ കൊടുത്ത് വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇബ്നു ഉമറിൽ നിന്നും അതേപോലെ ഇബ്നു അബ്ബാസിൽ നിന്നൊക്കെ അങ്ങനെ ചില നിവേദനങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ആരെങ്കിലും പിന്നെ തൻ്റെ ഒരു നിർബന്ധ ഉംറ ചെയ്ത് അതിനപ്പുറം പിന്നെ മരണപ്പെട്ട ഒരു വ്യക്തിക്ക് വേണ്ടിയോ മറ്റോ ഒരു ഉംറ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മസ്ജിദ് ആയിഷയിൽ പോയിട്ടോ അല്ലെങ്കിൽ അറഫയിൽ പോയിട്ടോ ഇനി ജറാനയിൽ പോയിട്ടോ അല്ലെങ്കിൽ ഹില്ലിൽ ഹറമിന് പുറത്തെവിടെയെങ്കിലും പോയിട്ട്
ഒരു ഇഹ്റാമിൽ പ്രവേശിച്ചുകൊണ്ട് ഒരു ഉംറ ചെയ്യുകയാണ് എങ്കിൽ അത് നിഷിദ്ധമെന്നോ ബിദഅത്തെന്നോ പറയാൻ പറ്റൂല. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ആനുകൂല്യത്തിൻ്റെ പേരിൽ ആളുകൾ ചെയ്യുന്ന അപകടങ്ങൾ, ചിലർ ഇപ്പം ഈ പറഞ്ഞതുപോലെ 10 ഉംറ 15 ഉംറ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് ഈ ഊറ്റം കൊള്ളാൻ വേണ്ടിയിട്ടുള്ളതായി ഇത് അതിനാൽ വരുന്നതായ പ്രയാസങ്ങൾ, തിരക്കുകൾ, ആളുകൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ, അതേപോലെ തന്നെ അവിടെയുള്ള നിയമപാലകരും അതേപോലെ തന്നെ അവരുടെ ഈ നിയന്ത്രണങ്ങളും അതിനെ ലംഘിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പിന്നെ ഈ പറയുന്ന രീതിയിലുള്ളതായ ഉംറകളൊക്കെ ഇത്ര 15 ഉംറ 20 ഉംറ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഉംറകളൊക്കെ അതൊക്കെ ഒരു വലിയൊരു പുണ്യമായിട്ടായിരിക്കും മനസ്സിലാക്കാൻ പറ്റൂല. കാരണം അതിൻ്റെ അപകടങ്ങളാണിതൊക്കെ. എന്നാലൊരു വ്യക്തി ഉംറ ചെയ്ത് പിന്നെ അതോടൊപ്പം ഏതെങ്കിലും മരണപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ഒരു ഉംറ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ബിദഅത്തോ നിഷിദ്ധമോ എന്ന് പറയാൻ പറ്റില്ല. കാരണം ചില പൂർവികരിൽ നിന്നൊക്കെ ആ വിഷയത്തിൽ തെളിവുകൾ വന്നിട്ടുണ്ട്. അല്ലാഹു അലം. ഓക്കെ, ഇൻഷാല്ലാ. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് യൂട്യൂബിൽ അൽ-ഇജാബ എന്ന് തന്നെ പ്രത്യേകമായ പേരിൽ നമ്മുടെ ചാനലുണ്ട്. അവിടെ നമുക്ക് ധാരാളം ഇത്തരം ചോദ്യങ്ങൾക്കുള്ള മറുപടി കിട്ടാനുള്ള അവസരങ്ങളുണ്ട്. ഈ ഒരു സെഷനിൽ നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയ ബഹുമാനായ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനി, അദ്ദേഹം ദമാമിൽ നിന്നാണ് നമ്മുടെ കൂടെ ചേർന്നിട്ടുള്ളത്. ഹംസ മദീനി നമ്മോടൊപ്പം പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിലുണ്ട്. രണ്ടു പേർക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. അറഫ ലൈവിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ സമയത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതിന് മുൻപ് ഒരു ചെറിയ ഇടവേള, അത് കഴിഞ്ഞ് നമുക്ക് വേഗത്തിൽ തിരിച്ചെത്താം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.